ഗൈസ്, അപ്പം അങ്ങനെ നമ്മൾ തിരിക്കാൻ പോവുകയാണ്. സാംസ് ക്ലബ്ബിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുക. 2.5 മൈൽ ഉണ്ട് കേട്ടോ, ഒന്നുമില്ല. പെഡസ്ട്രിയൻസിനാണ് പ്രയോറിറ്റി. അപ്പം നമ്മൾ ആരെ കണ്ടാലും നിർത്തി കൊടുക്കണം. നമ്മുടെ നാട്ടിലെ കണക്കല്ല, അടുത്തൊന്ന് വന്നാൽ മതി, ഇപ്പോഴേ നിർത്തി കൊടുക്കണം. അല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് തിരിക്കാം. നേരത്തെ വന്ന ഷോപ്പിംഗ് ഏരിയയിൽ കൂടെ തന്നെ തിരിച്ചു പോകുന്നത്. എ സി കുറച്ചു കൂട്ടിയിട്ടുണ്ട്. വണ്ടി കുറച്ച് നേരം വെയിലത്ത് കിടന്നുകൊണ്ട് ചൂടായി. ഓഫീസ് ഡിപ്പോ ഇതൊരു ഇവിടുത്തെ നമ്മുടെ സ്റ്റേഷനറി സാധനങ്ങൾ കിട്ടുന്ന പ്രിൻറ്റിങ്ങും അങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലമാണ് ഓഫീസ് ഡിപ്പോ. ഇത് റോസ് ഡ്രസ് ഫോർ ലെസ് തുണിക്കടയായിരിക്കണം. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ അത്യാവശ്യം തിരക്ക് കുറവാണ് ബാറ്ററി വേണ്ടി. ഇങ്ങോട്ടായിരുന്നു. ഓക്കെ, നോക്കി തിരിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും. Turn right onto JW Clay Boulevard. നമുക്ക് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ പോകേണ്ടത്. ചിലപ്പോൾ ട്രാഫിക് ഉണ്ട്, ഈ സിഗ്നൽ വരെ ട്രാഫിക്കാണ്, അത്യാവശ്യം ട്രാഫിക്കുണ്ട്. ഇത് പണി നടക്കുന്നു, റോഡ് സിംഗിൾ ലൈൻ ആക്കിയിട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇതൊക്കെ ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റ്, അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കാണുന്ന അപ്പാർട്ട്മെൻറ്റ്സാണ്. നമുക്ക് പോവാം. ഒന്ന് ശ്രദ്ധിച്ചു പോകണം, വണ്ടി ചിലപ്പോൾ തിരിഞ്ഞും മറിഞ്ഞൊക്കെ വരും. In 1000 feet, use the right 2 lanes to turn right onto West WT Harris Boulevard. 1000 ഫീറ്റിൽ നമുക്ക് റൈറ്റിലോട്ട് തിരിക്കണം എന്നാണ് ഗൂഗിൾ അമ്മാവൻ പറയുന്നത്. ആപ്പിൾ ബേസ് ഉണ്ട് റൈറ്റിൽ കണ്ട, ആപ്പിൾ ബേസ്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്, ചെയിൻ റെസ്റ്റോറൻ്റ് ആണ്. ഒരു മാട്രസ് ഫേം ഉണ്ട്. നല്ല വെയിലുണ്ടെന്ന്, നല്ല വെയിലുണ്ട്. പക്ഷേ ഇന്ന് അത്യാവശ്യം ചൂടായി തുടങ്ങി അങ്ങനെ പറയാം. നമ്മൾ ആ സിഗ്നലിൽ അവിടെ നിന്ന് റൈറ്റോട്ട് തിരിഞ്ഞ് ഹാരിസ് ബുളിവേർഡിലേക്ക്, ഹാരിസ് ബുളിവേർഡ് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലമെത്തും. To turn right onto West WT Harris Boulevard. റോഡിൽ കണ്ടോ, റൈറ്റ് ഉള്ളി എന്നുണ്ടോ. നമ്മളിവിടെ റോഡ് വലുതായതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ റൂൾസ് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പണിയാണ്. സ്പീഡിലായിരിക്കും പോകുന്നില്ലാരും, അതാണ് മറ്റൊരു കാര്യം. ഭയങ്കര കോഷ്യസ് ആയിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് തട്ട് കിട്ടാം.
നമ്മൾ ലൈൻ മാറി നിൽക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് റൈറ്റിലോട്ട് തിരിയാനോ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് തിരിയാനോ ഒന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്കാരങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അവർ റൂൾസ് പ്രകാരം പോകും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. അതാണ് മെയിൻ ഇഷ്യൂ. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിരിക്കണം. സ്വല്പം വലിയ സിഗ്നലാണ്. ഹാരിസ് ബുളിവേർഡ് മെയിൻ റോഡ്, അതാണ് മെയിൻ ഇത്. റൈറ്റ് റെഡാണ്, പക്ഷെ നമുക്ക് ഈൽഡ് ചെയ്ത് പോവാം. പുറത്തുനിന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ട് നമുക്ക് ഈൽഡ് ചെയ്ത് കയറാം. മിക്കവാറും റൈറ്റ് സിഗ്നൽ നമുക്ക് ഈൽഡ് ആയിരിക്കും, ഈൽഡ് റൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് ഞാൻ ലെഫ്റ്റിലോട്ട് കയറുകയാണ്. കാര്യം 1.5 മൈൽ കഴിഞ്ഞിട്ട് എനിക്ക് ലെഫ്റ്റിലോട്ട് തിരിയേണ്ടത്. അതുകൊണ്ട് ഞാനിപ്പോഴേ അങ്ങ് ലെഫ്റ്റ് ലൈൻ പിടിച്ച് പോവുകയാണ്. ഇതുണ്ട്, ഇവിടെ വന്നപ്പോഴത്തേക്ക് വണ്ടി ലെഫ്റ്റ് ലൈൻ പെട്ടെന്ന് വണ്ടി ഇങ്ങനെ മാറുന്നത് നമുക്കൊരു പ്രോബ്ലമാണ്. നമ്മൾ വരുന്നത് ഈ 90-ലൊക്കെ ആയിരിക്കും. പെട്ടെന്ന് ലൈൻ മാറുന്നത് ഒരു പ്രോബ്ലം തന്നെയാണ്. ഇത് ലെഫ്റ്റിലോട്ട് പോകാനുള്ള വണ്ടികളാണ് ലെഫ്റ്റ് ലൈൻ പിടിച്ച് നിൽക്കുന്നത്. അതൊരു സിഗ്നൽ ഉണ്ടാവും. നമുക്കതില്ലാത്തതുകൊണ്ട് നമ്മൾ സ്ട്രൈറ്റ് വിട്ട് പോവുകയാണ്. കേട്ടോ, ആ ലൈൻ മാറി മാറി വരെ വരുന്നുണ്ട് ആ ഫ്രണ്ടിലെ കാറ്. ഇവിടെ വന്നപ്പോൾ വീണ്ടും പണി കിട്ടി. ഈ 2 ലൈനും ലെഫ്റ്റിലോട്ടായിരുന്നു. അപ്പോൾ ഞാനത് റൈറ്റിലോട്ട് ലൈൻ മാറിയിട്ട് ഞാൻ പോവുകയാണ്. സിഗ്നൽ ഗ്രീൻ ആയിരുന്നു, ഞാനതൊന്ന് ക്രോസ് ചെയ്ത് പോയി. അടുത്തതും കണ്ടോ, 2 ലൈൻ ലെഫ്റ്റിലോട്ട് തിരിയാണതാണ്. നമുക്ക് ഈ ലെഫ്റ്റ് അല്ല തിരിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടുക്കത്തെ ലൈൻ പിടിച്ച് പോവുക. 2 ലൈൻ സ്ട്രൈറ്റും 2 ലൈൻ ലെഫ്റ്റിലോട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ വഴിയാണ് കണ്ടത്. നല്ല വീതിയുണ്ട് റോഡിന്. നല്ലൊരു സണ്ണി ഡേയുമാണ്. വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു ദിവസം. അപ്പോൾ എനിക്ക് ഈ സിഗ്നലും ക്രോസ് ചെയ്ത് നമ്മളിപ്പോൾ വളരെ കോഷ്യസ് ആയിരിക്കണം. സിഗ്നൽ പച്ചയാണോ മാറുന്നത് നോക്കുന്നത്, അല്ലെങ്കിൽ അതും പണിയാണ്. ഈ സിഗ്നലും ക്രോസ് ചെയ്ത് അടുത്ത സിഗ്നലിൽ നിന്ന് എനിക്ക് ലെഫ്റ്റ് എത്തിക്കണം. ഇവിടെ നിന്ന് ഞാൻ ലെഫ്റ്റിലോട്ട് നേരെ വിട്ടേക്കാം. അപ്പോൾ ഞാൻ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് ലൈനിലോട്ട് മാറിയിട്ടുണ്ടോ. ഈ 2 ലെഫ്റ്റ് 2 വേ ഉണ്ട്. 2 ലൈനും ലെഫ്റ്റിലോട്ടാണ്. സിഗ്നൽ ആകുമ്പോൾ നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു പോകാം. സിഗ്നലായി ഭാഗ്യത്തിന് ഞാൻ വന്നത് സിഗ്നലായി. മറ്റ് 2 റോഡ് സ്ട്രൈറ്റും അങ്ങറ്റത്തെ റൈറ്റിലെ മോസ്റ്റ് ലൈന് റൈറ്റിലോട്ട് തിരിഞ്ഞു പോകാനുണ്ട്. ലെഫ്റ്റ് 2 ലൈൻ ഉള്ളതുകൊണ്ട് നമ്മളത് കീപ്പപ്പ് ചെയ്ത് തന്നെ ലെഫ്റ്റ് തിരിയണം. അതായത് 2 ലൈൻ നമ്മൾ 2 ലെഫ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ റൈറ്റ് പിടിച്ചാൽ വന്നത്. അപ്പോൾ റൈറ്റ് തന്നെ കീപ്പ് ചെയ്ത് വരണം. എന്നിട്ട് പെട്ടെന്ന് ഒന്ന് ലെഫ്റ്റിലോട്ട് കയറരുത്. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു 0.2 മൈൽസേ ഉള്ളൂ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എത്തിക്കഴിഞ്ഞു. രണ്ടര മൈലേ ഉള്ളൂ. 2.5 മൈലും 10 മിനിറ്റ് എത്താം. പക്ഷെ സ്വല്പം ട്രാഫിക് ഉണ്ടെന്നുള്ളൂ. ഇന്ന് എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് എത്തിക്കഴിഞ്ഞു. റൈറ്റ് കാണുന്ന അപ്പാർട്ട്മെൻറ്റ് എത്തിക്കഴിഞ്ഞു. ഈ നേരെ കാണുന്നതാണ് ഇവിടുത്തെ ഓഫീസ്, അപ്പാർട്ട്മെൻറ്റ് ഓഫീസ്. ഞാൻ ഫ്രണ്ടിൽ തന്നെ താമസിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈസിയാണ്. ഫസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞ് സെക്കൻഡ് ബ്ലോക്കിൽ തന്നെ താമസിക്കുന്നു, മെയിൻ റോഡിൽ നിന്ന്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഈ കാണുന്ന എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്സ്. അപ്പോൾ ഇവിടെ റിവേഴ്സ് സൈഡ് എടുക്കാൻ ഒരുപാട് സാധനം എടുക്കാനുണ്ട്. അങ്ങനെ ഇറങ്ങാൻ പോവാണ് ഗൈസ്. ബൈ.